മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നിട്ട് ഇരിഞ്ഞാലക്കുട അടുത്ത് വിളയനാട് നിന്ന് വരുന്നു. എൻ്റെ പേര് ജോയ് ആൻ്റണി. ഞാൻ ഖത്തറിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഖത്തറിൽ ഫ്രീ വിസ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഫ്രീ വിസയിലായിരുന്നു. ഒരു വെള്ളവണ്ടി ടാങ്കർ വാടകയ്ക്ക് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സമയത്ത് തീരെ പണിയില്ലാണ്ടായി. വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു എൻ്റെ കാര്യങ്ങൾ. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ആയിരുന്നു ഖത്തറിലുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പെങ്ങളുടെ ഹൗസ് വാമിങ്, അതിനെന്തായാലും ഞാൻ വരണം എന്ന് ആൾ വാശി പിടിക്കുകയും, ആൾ കുവൈറ്റിലാണ്, കുവൈറ്റിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എന്തായാലും ഞാൻ വരണമെന്ന് വാശി പിടിക്കുകയും എനിക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഞാൻ ആകെ വിഷമിച്ച് പോയി. ഞാനൊരു ആങ്ങളേ ഉള്ളൂ, എന്തായാലും വരണം എന്നെനിക്ക് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ ഇളയ പെങ്ങൾ മുഖേന ഞാൻ അറിഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നു. ഇളയ പെങ്ങളും എൻ്റെ വൈഫും അവർ കൃപാസനത്തെക്കുറിച്ച് പറയേണ്ടത്. ഞാനങ്ങനെ അവിടെ നിന്ന് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വന്ന അപ്പം തന്നെ ഞാൻ ഇവിടെ വരും എന്നുള്ള, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വേറെ എന്തിനും പോകുള്ളൂ എന്ന് ഞാൻ വെറുതെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ഞാനത് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ വണ്ടിക്ക് നല്ല ഓട്ടം ഉണ്ടാവുകയും, ഒരു ഓട്ടം ഇല്ലാണ്ടിരുന്ന എനിക്ക് ഞാനൊരു മറ്റുള്ള വണ്ടികൾക്ക് ഓട്ടം കൊടുത്തു തുടങ്ങി. അങ്ങനെ ഒരു 15 ദിവസത്തോളം എനിക്ക് അതേപോലെ നല്ല ഓട്ടം കിട്ടിയിരുന്നു. ഓട്ടം കിട്ടിയ ആ കാശ് കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോന്നു. അപ്പോഴും നാട്ടിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കാശില്ല കേട്ടോ. നാട്ടിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഹൗസ് വാമിങ്ങിന് പോകാൻ അവരുടെ വീട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെയൊന്നും ഒരു 10 പൈസയ്ക്ക് എൻ്റെ കയ്യിൽ. ഞാൻ വന്നു. അപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടിയൊന്നും എടുത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ നേരെ തിരിച്ച് സ്വാഭാവികം എല്ലാവരും വരണ പോലെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്നൊരു കൊന്തെത്തിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി. ഹൗസ് വാമിങ്ങിന് പോകാനായിട്ടുള്ള ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകും? കാരണം എൻ്റെ അപ്പം ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ പെങ്ങൾക്ക് നല്ലൊരു തരക്കേടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും കൊടുത്തേനായിരുന്നു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനും എൻ്റെ വൈഫും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കസിൻ മുഖേന കുറച്ച് കാശ് കിട്ടി. ആ കാശ് കടാണെങ്കിൽ പോലും അതെനിക്ക് അങ്ങനെ കിട്ടിയത് ഞാനത് വിശ്വസിക്കുന്നു, മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു. അത് കിട്ടി, അത് കൊടുത്ത് ഞാൻ വളരെ മാന്യമായിട്ട് രീതിയിൽ തന്നെ തിരിച്ചു പോയി. ഒരു 15 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഖത്തറിലേക്ക് തിരിച്ചു പോയി. ഖത്തറിൽ ചെന്നപ്പോൾ വീണ്ടും പഴയപടി പണിയൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ മദ്യപിക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തോ എനിക്ക് പറഞ്ഞോളൂ, ജൂലൈ 2-ാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് മദ്യപിച്ച ദിവസം എന്ന് ഞാൻ തോന്നില്ല. അതിനുശേഷം ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ പുകയില ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും അന്ന് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും രാവിലെ എനിക്ക് ഒരു 5:30 ആകുമ്പോൾ യൂട്യൂബിൽ നോക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും പ്രത്യക്ഷീകരണം എത്തിക്കുകയും, അത് കഴിഞ്ഞ് ജോലി വളരെ കുറവായിരുന്നു എങ്കിൽ പോലും വെറുതെ പമ്പിൽ പോയി കിടക്കും. അങ്ങനെ അത്യാവശ്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ നൈബർ ഒരാൾ ഹംഗറിയിൽ പോയിട്ടുണ്ടായി. ആളുടെ മുഖേന ഹംഗറിനെ കുറിച്ച് അറിയാറായി. അതിനൊരു ഓഫീസിൽ, ബാംഗ്ലൂർ ഒരു ഓഫീസിൽ എൻ്റെ ബയോഡാറ്റ കൊടുത്തു. അതിൻ്റെ പ്രോസസ്സിങ് നടന്ന ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സൂം ഇൻ്റർവ്യൂ നടന്നു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് യൂറോപ്പിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അപേക്ഷിച്ച് ഞാൻ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ്. ഒന്ന് സാമ്പത്തികം, രണ്ടാമത്തത് ഞാനങ്ങനെ അത്ര ക്വാളിഫൈഡ് ഒന്നുമല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ പോവാന്നുള്ള അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നു. ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല സത്യത്തിൽ. ആ കുട്ടി എന്നോട് ഒരു ലേഡിയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടിയാണ്. അവരെന്നോട് പറഞ്ഞു, ചോദിച്ചാൽ പോകാൻ സാധിക്കും എന്നെ പോലെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു. അവർ കൊടുത്ത ഓഫീസിൽ നിന്നല്ല എന്നെ വിളിച്ചത്, എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ രണ്ടും പറഞ്ഞു വന്നപ്പോൾ ഒരു ഒറ്റ ഓഫീസായിരുന്നു മാത്രം. രണ്ടാളും കൂടി സഹായിച്ചു. എങ്ങനെയൊക്കെ അവിടെ എത്തിപ്പറ്റി എൻ്റെ സൂം ഇൻ്റർവ്യൂ കഴിഞ്ഞു. സൂം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ സെലക്റ്റഡായി. ഒരു സെപ്റ്റംബറിൽ എന്നോട് നാട്ടിലേക്ക് ഇൻ്റർവ്യൂവിന്, ഇവിടെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടാവും, വരണം എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്. അപ്പോഴും ഇത് തന്നെ പഴയ പടിയുടെ അവസ്ഥ, പൈസ ഇല്ല കയ്യിൽ, തിരിച്ചു വരാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്യപാനം, മറ്റുള്ള കാര്യങ്ങളും ദൂഷ്യങ്ങളൊക്കെ ഒഴിവാക്കി ഏകദേശം ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഞാൻ പാലിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ വൈഫിനോട് വീട്ടിൽ പറഞ്ഞു, ഇവിടെ സംസാരിച്ചു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ച് ഞാൻ അങ്ങനെ നാട്ടിൽ വന്നു. ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിന് ചെന്ന്, ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല, ഒരു പ്രീ ഇൻ്റർവ്യൂ ആയിരുന്നു.
ആ ഇൻ്റർവ്യൂവിൽ എന്നോട് ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. 3 മാസത്തെ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ട്രെയിനിങ്ങും വരല കഴിഞ്ഞ് ഞാൻ ആ ഇൻ്റർവ്യൂ, ക്ലയൻറ്റ് ഇൻ്റർവ്യൂ സ്വാഭാവികം പാസ്സായി. ഇപ്പോൾ എനിക്ക് വിസ വന്നു, ഹംഗറിയിലേക്ക് വിസ വന്നു, ടിക്കറ്റ് വന്നു. 26-ാം തീയതി ഞാൻ പോവുകയാണ്. തനിക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു വിദേശത്തേക്ക്, അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരം മാതാവ് ഉടമ്പടി എടുത്തിലൂടെ നൽകി എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം. അപ്പം അങ്ങനെ ഒരു സ്വപ്നം കാണാത്തൊരിടം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള ഒരു ജീവിതമൊക്കെ മാതാവ് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന വാക്കുകളാണ്. കാരണം അവർ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറം കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ ദൈവം ക്രമീകരിക്കുന്നത്. അപ്പോൾ അതിൽ ഭാഗമായിട്ട് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഞാൻ ഏറെ പ്രത്യേക ഒരു സാക്ഷ്യത്തിൽ. ഒന്നാമത്തേത്, ഇവിടെ നന്മയല്ലാത്ത ശീലങ്ങളെല്ലാം മാറ്റണമെന്നുള്ളത്. അതെന്ത് ശീലമാണെങ്കിലും, അത് മദ്യപാനമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് മാറ്റണമെന്നുള്ള വലിയൊരു ബോധ്യം, അത് മാറുവാനുള്ളൊരു അഭിഷേകം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഡേറ്റ് സഹിതം ഓർമ്മ വെക്കുമ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തത്, പ്രാർത്ഥനയിലേക്ക് തിരികെ വരുവാനും, ഒപ്പം ഇങ്ങനൊരു വ്യക്തി പൂർണ്ണമായിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നന്മകൾ ചെയ്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തൻ്റെ ജീവിതത്തിൽ നന്മയില്ലാത്തതെല്ലാം മാറ്റുമ്പം ദൈവ സാന്നിധ്യം അറിയിക്കുന്നതാണ്. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവത്തിൻ്റെ ഉടമ്പടിയുടെയും കൂടി ഭാഗമാകുമ്പോൾ അത് എത്രയും വേഗം മാതാവ് ആ കാര്യത്തിൽ ഒരു സാന്നിധ്യം പ്രകടമാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നതും സാക്ഷ്യം പറയുന്നത്. ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടിയുടെ അത്ര എവിടെയായിരിക്കുമ്പോഴും പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണം അനുഭവിക്കുവാനും അമ്മയുടെ വലിയ പ്രത്യക്ഷണത്തിൻ്റെ അനുഭവ സാക്ഷിയായിട്ട് മാറുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.